ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ജയിലർ 2 അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞതായിരിക്കും. അപ്പോൾ കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം വരുന്നത് ഒരു വൻ ഐറ്റം തന്നെയായിരിക്കും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടപ്പോൾ കൂലി ഉണ്ടാക്കി വെക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, രജനീകാന്തിൻ്റെ അടുത്തതായിട്ട് വരാനിരിക്കുന്ന ലോകേഷ് കനകരാജിൻ്റെ ചിത്രം കൂലിയുടെ ആ ഒരു ഹൈപ്പിനെ ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാണ്ടാക്കിയ പോലെ. ഒന്നാമതെ ബാക്കി കാര്യങ്ങളൊന്നും അപ്ഡേറ്റ്സ് ബാക്കിയൊന്നും അങ്ങനെ പുറത്ത് വരാത്തത് കാരണം കൂലി ഒന്ന് താന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തലൈവറിൻ്റെ ജയിലർ 2 അനൗൺസ്മെൻറ്റുമായിട്ട് നെൽസനും അനിരുദ്ധും എത്തുന്നത്. ആ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു രോമാഞ്ചം അത് പടം ഇറങ്ങുമ്പോഴും ഉണ്ടാകട്ടെ. കാരണം ജയിലർ തന്നെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ആ ജയിലറിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടവർക്ക് അറിയാം, ആ വർഷത്തെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ജയിലർ. പ്രത്യേകിച്ച് കവിതാ തിയേറ്റർ കൂടി ആയിരുന്നത് കൊണ്ട് അന്യായ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയിലെ ചില ഫ്രെയിംസ് എല്ലാം കണ്ടപ്പോൾ ഓർമ്മ വന്നത് ജയിലറിലെ മറ്റു ചില ഫ്രെയിംസ് ആണ്. നമ്മളിങ്ങനെ ലാലേട്ടൻ്റെ കംബാക്ക് എല്ലാം കാത്തിരുന്ന് ഇറങ്ങുന്ന പടമെല്ലാം ഫ്ലോപ്പായി പോകുന്ന സമയത്താണ് നെൽസന്റെ വക ലാലേട്ടന് ഇമാതിരി ഒരു കഥാപാത്രം കൊടുക്കുന്നത്. ആ കഥാപാത്രത്തിന് കൊടുത്ത ഫ്രെയിമുകളും ഇജാതി സാധനം. ജയിലർ 2 വരുമ്പോഴും ലാലേട്ടനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ലാലേട്ടൻ മാത്രമല്ല ശിവരാജ് കുമാറും ബാക്കിയുള്ളവരും ചിത്രത്തിൽ ഉണ്ടാവട്ടെ. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് കൊടുക്കുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ ഒന്ന് അനിരുദ്ധും ഒന്ന് നെൽസനും തന്നെയായിരിക്കും. നെൽസൺ എന്ന ഡയറക്ടറുടെ ഒരു ഫാൻ ബോയ് തന്നെയാണ് ഞാൻ. അത് നയൻതാരയുടെ ഫിലിം തൊട്ട് ഇങ്ങനെ രജനീകാന്തിന്റെ ജയിലർ വരെ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഫാനാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നെൽസന്റെ കഥാപാത്രങ്ങളെയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നെൽസന്റെ നായകന്മാർക്ക് ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. നമുക്ക് ആ ഒരു ക്യാരക്ടറിലെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും. ആ ഓരോ നായകന്മാരും തരുന്ന പ്രത്യേക വൈബുണ്ട്. ഇപ്പോൾ ബീച്ചിലേക്ക് വരുവാണെങ്കിൽ വളരെ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു ബീസ്റ്റ്. പ്രത്യേകിച്ച് ബീച്ചിൻ്റെ കഥയിലാണെങ്കിലും ആ ലോജിക്കില്ലായ്മയൊക്കെ ആയിരുന്നു എല്ലാവരും എടുത്തു പറഞ്ഞിരുന്നത്. പക്ഷേ ബീച്ചിലേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങളിൽ ഒന്നെല്ലാവരും പറയുന്നത് പോലെ ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്. മറ്റൊന്ന് ബീച്ചിൻ്റെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു മാസ് ഓഡിയൻസിന് സംതൃപ്തി നൽകുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് നെൽസൺ എപ്പോഴും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഡോക്ടറിലും ബീസ്റ്റിലും ജയിലറിലും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജയിലർ 2 വരുമ്പോഴും അതിനൊന്നും ഒരു കുറവുണ്ടാവൂല എന്നത് തീർച്ചയാണ്. അതുപോലെ നെൽസന്റെ മറ്റൊരു പ്രത്യേകതയാണ് കാണിക്കേണ്ടത് പോലെ തന്നെ കാണിക്കും. ഇതിപ്പോൾ ജയിലർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും വയലൻസിനും യാതൊരുവിധ മന്നവും ഉണ്ടാവൂല എന്ന് അനൗൺസ്മെന്റ് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ജയിലർ വരുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അനൗൺസ്മെന്റ് വീഡിയോ നൽകിയിരിക്കുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. ഇനി ലോകേഷ് അണ്ണന്റെ വകയും കൂടി ഒരു അപ്ഡേറ്റും കൂടെ കിട്ടിയ തലൈവർ ഫാൻസും നമ്മളും എല്ലാവരും ഹാപ്പി. തലൈവരെ നിരന്തരം തന്നെ തലൈവരുടെ ആ ഒരു സ്റ്റൈലും സ്വാഗും ആ ഒരു സ്ക്രീൻ പ്രസൻസും ജയിലർ 2 കണ്ടു തന്നെ അറിയാം. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു സിനിമ തന്നെ ആകട്ടെ ജയിലർ 2. പ്രത്യേകിച്ച് നെൽസൺ ഫാൻ ബോയ് എന്ന നിലയിലും നല്ലൊരു സിനിമ തന്നെ നെൽസന്റെ ഭാഗത്തു നിന്നും വരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ അനൗൺസ്മെന്റ് വീഡിയോ എന്താണെങ്കിലും സോഷ്യൽ മീഡിയ കത്തിക്കും എന്നത് ഉറപ്പായി. അപ്പോൾ ഇനി തിയേറ്റർ കത്തിക്കാനുള്ള ജയിലർ 2 വെയിറ്റ് ചെയ്യാം.